ഹായോ ഏണസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് RRB ജെയുടെ നോട്ടിഫിക്കേഷൻ വന്ന വിവരം നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ എക്സാമിനേഷൻ്റെ രീതിയും ഇനി എങ്ങനെ പഠിച്ചു തുടങ്ങണം, ഇനിയുള്ള കുറച്ച് സമയങ്ങൾ എങ്ങനെ ബ്രില്യൻ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്താൽ ഈ ഒരു എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യാം എന്നതിനെ പറ്റി ഒരു കൃത്യമായൊരു ഗൈഡൻസ് നൽകുന്നതിനുള്ള ഒരു സൊല്യൂഷനുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിൽ പ്രധാനമായിട്ടും എന്തൊക്കെയാണ് RRB എക്സാമിനേഷനിലെ ജെയുടെ കടമ്പകളെന്നും ഏതൊക്കെ സ്ട്രീമിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാമെന്നുള്ളതൊക്കെയാണ് നമ്മളിത് പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒപ്പം തന്നെ നമ്മളൊരു ഈ ഒരു എക്സാമിനേഷൻ എങ്ങനെ പഠിക്കണം, എങ്ങനെ ഇനിയുള്ള സമയം മാനേജ് ചെയ്യണം, എന്തൊക്കെ സിലബസിൽ എന്തൊക്കെ വരാം, പരീക്ഷയിൽ ഏതൊക്കെ രീതിയിലുള്ള ചോദ്യങ്ങളായിരിക്കും പ്രതീക്ഷിക്കുന്നത് എന്നൊക്കെ തുടങ്ങിയ അനവധി വിഷയങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു വെബിനാറിന്റെ അനൗൺസ്മെന്റ് കൂടി നമ്മളിത് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യമായിട്ട് എങ്ങനെയാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് നോക്കാം. ഈ കഴിഞ്ഞ ദിവസമാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അതായത് 4/10/2025 പ്രകാരമുള്ള എംപ്ലോയ്മെന്റ് ന്യൂസിലാണ് ഇതിന്റെ വിശദമായ ഒരു വിവരങ്ങൾ ആദ്യമായിട്ട് റെയിൽവേ പുറത്തുവിടുന്നത്. ഇത് പ്രകാരം ഇപ്പോൾ അതായത് 31/10/2025 നമുക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാനുള്ള സമയമായിരിക്കുകയാണ്. അതായത് നമുക്ക് ഈ വർഷത്തെ 2025 ആപ്ലിക്കേഷൻ കൊടുക്കാനുള്ള സമയം എന്ന് പറഞ്ഞാൽ 31/10/2025. അതായത് എക്സാമിനേഷനൊക്കെ അടുത്ത വർഷമായിരിക്കും, 26 ആയിരിക്കും നടക്കുന്നത്. അങ്ങനെ ഈ ഒരു 31/10 മുതൽ ആപ്ലിക്കേഷൻ കൊടുത്തു തുടങ്ങാം. നിങ്ങൾക്ക് എന്ന് വരെ ഇത് അപേക്ഷിക്കാമെന്ന് ചോദിച്ചാൽ 30/11/2025 വരെ ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം. അതായത് നമുക്ക് ശരിക്കും അപേക്ഷിക്കുവാൻ പറ്റുന്ന ഒരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നവംബർ മാസമാണ്. നവംബർ മാസം മുഴുവൻ നമുക്ക് ഈ ഒരു എക്സാമിനേഷന് വേണ്ടി അപേക്ഷിക്കാൻ കഴിയും. ഇനിയും ഇതിന്റെ ആപ്ലിക്കേഷന്റെ ഫീ പേയ്മെന്റ് സബ്മിറ്റ് ചെയ്യേണ്ട ഡേറ്റ് എന്ന് പറയുന്നത് 2/12/2025 ആണ്. അതായത് നമുക്ക് 2-3 ദിവസം കൂടി അധികത്തിൽ ഫീ പേയ്മെന്റ് ചെയ്യാനുള്ള അവസരം റെയിൽവേ നൽകുന്നുണ്ട്. അതിനൊന്നും കാത്തു നിൽക്കേണ്ട. അപേക്ഷിക്കുമ്പോൾ തന്നെ നമുക്ക് ഓൺലൈനായിട്ട് പേയ്മെന്റ് അങ്ങ് അടച്ചു പോയാൽ ആ ഒരു ജോലി അങ്ങ് കഴിയും. ഇനി അപേക്ഷിച്ച ശേഷം ഫീ പേയ്മെന്റ് വിട്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ എന്ത് പറ്റും? നമ്മുടെ അപേക്ഷ അവർ റിജക്ട് ചെയ്യുകയും ചെയ്യും. ഇനി ഇത് കൂടാതെ ഈ കഴിഞ്ഞ കാലഘട്ടം മുതൽ പുതിയൊരു മെത്തേഡ് കൂടി വന്നിട്ടുണ്ട്. നമ്മുടെ ആപ്ലിക്കേഷനിൽ ഏതെങ്കിലും തരത്തിലുള്ള മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ അത് ഒന്ന് എഡിറ്റ് ചെയ്യാനുള്ള ഒരു അവസരം നൽകുന്നുണ്ട്. അത് റെയിൽവേ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് 3/12/2025 മുതൽ 12/12/2025 വരെയാണ്. ഇവിടെ ഒരു കാര്യം ഓർക്കണം, നിങ്ങൾ തിരുത്തുന്ന തിരുത്തലുകൾക്ക്, അതായത് ഏതെങ്കിലും തരത്തിലുള്ള തിരുത്തലുകൾ വരുത്തുകയാണെങ്കിൽ അതിന് നിങ്ങൾ പേയ്മെന്റ് കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. അതായത് നിങ്ങൾ വരുത്തുന്ന ഓരോ തിരുത്തലിനും റെയിൽവേ നിശ്ചയിക്കുന്ന ഒരു പർട്ടിക്കുലർ എമൗണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഫീ പേയ്മെന്റ് ആയിട്ട് കൊടുക്കണം. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു അവസരത്തിലേക്ക് പോകാതെ ആപ്ലിക്കേഷൻ ഇടുമ്പോൾ തന്നെ ഇത് കൃത്യമായിട്ട് പാലിച്ചു പോകാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഇത്രയും ഡേറ്റുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഡേറ്റുകൾ നിങ്ങൾ ഓർത്തിരിക്കുക. ഈ ഒരു ഡേറ്റുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും എല്ലാം സിസ്റ്റമാറ്റിക് ആയിട്ടായിരിക്കും പോകുന്നത്. അപ്പോൾ ഈ ഒരു ബോധത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ പഠനത്തെ ക്രമീകരിക്കേണ്ടതുണ്ട്. ഇനിയും ഈ ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നവർ അല്ലെങ്കിൽ RRB ജെഇയെ പറ്റി ഒരു ധാരണ ഇല്ലാത്തവർക്ക് വേണ്ടിയാണ് ഏതൊക്കെയാണ് RRB ജെഇയിലെ പോസ്റ്റുകൾ എന്നുള്ളതാണ്. അതിൽ പ്രധാനമായിട്ട് ജൂനിയർ എഞ്ചിനീയർ എന്ന് കോമൺലി പറയുന്ന ജൂനിയർ എഞ്ചിനീയർ പോസ്റ്റ് തന്നെയാണ്. ഇനി ഇത് കൂടാതെ ഡിപ്പോ മെറ്റീരിയൽ സൂപ്രണ്ടന്റ് എന്ന് പറയുന്നൊരു പോസ്റ്റ് ഉണ്ട്. ഇത് കൂടാതെ നമുക്ക് CMA എന്ന് പറയുന്നൊരു പോസ്റ്റ് കൂടിയുണ്ട്. അതായത് നമ്മൾ ഈ പറഞ്ഞ പോസ്റ്റുകളിൽ ജൂനിയർ എഞ്ചിനീയർ എന്നാണ് തേമെങ്കിലും ഇതിൽ CMA എന്ന് പറയുന്ന അവസാനത്തെ ഈ ഒരു പോസ്റ്റിന്റെ പ്രത്യേകത, ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കുവാൻ നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് വേണ്ട, അതായത് ഡിപ്ലോമയൊന്നും വേണ്ട. നിങ്ങൾക്ക് ഫിസിക്സിലും കെമിസ്ട്രിയിലും ഏതെങ്കിലും ഒരു വിഷയത്തിലുള്ള ബിരുദം മതി. ഈ ഒരു ബിരുദമുള്ളവർക്കും ഈ ഒരു പോസ്റ്റിൽ അപേക്ഷിക്കാം. പക്ഷേ 40% കുറയാത്ത മാർക്ക് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്നത് മസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. ഈ ഒരു ഉദ്യോഗാർത്ഥിക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇനിയും ഇതിൻ്റെ പേയ്മെൻറ്റ് സ്കെയിൽ എന്ന് പറഞ്ഞാൽ ലെവൽ 6 വരുന്നത്. ഇനീഷ്യൽ പേ 35,400 ഓർക്കണം, 35,400 എന്ന് പറയുമ്പോൾ പോലും ഇൻ ഹാൻഡ് ഇതായിരിക്കില്ല നിങ്ങളുടെ സാലറി. റെയിൽവേ ഒക്കെ വളരെയധികം DA കൊടുക്കുന്നതും മറ്റ് അലവൻസ് കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ്. ഒരു പക്ഷേ നമ്മുടെ സംസ്ഥാനത്തിലെ ഗസറ്റഡ് ഓഫീസേഴ്സിനേക്കാളും കൂടുതൽ സാലറി കിട്ടുന്ന ഒരു പോസ്റ്റാണ് ഈ ഒരു പോസ്റ്റ്. ഇനിയും അതിൻ്റെ പ്രായപരിധി എന്ന് പറയുന്നതാണ്. ഇത് 18 വയസ്സ് മുതൽ 33 വയസ്സ് വരെയാണ് ഇതിലേക്ക് അപേക്ഷിക്കാനുള്ള പ്രായപരിധി. നിലവിൽ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്ന വേക്കൻസികളുടെ എണ്ണം 2569 വേക്കൻസികളിലേക്കാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ഇനി ഈ പ്രായം കണക്കാക്കുന്ന എന്നാണ്? ഇപ്പോൾ നിങ്ങൾക്ക് 33 വയസ്സാണ് എന്നതുകൊണ്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റുമോ എന്നൊരു ചോദ്യമുണ്ട്. പക്ഷേ അതിനകത്തൊരു വലിയ കടമ്പ എന്ന് പറഞ്ഞാൽ 1/1/2026, അതായത് അടുത്ത വർഷം 1/1/2026 നിങ്ങൾ 33 വയസ്സ് പൂർത്തിയാകാൻ പാടില്ല എന്നൊരു വ്യവസ്ഥയുണ്ട്. ഇതേ മാനദണ്ഡം തന്നെയാണ് എല്ലാ പോസ്റ്റുകളിലും. അതായത് ഇപ്പോൾ 33 ആവുകയും അടുത്ത വർഷം നിങ്ങൾക്ക് 33 വയസ്സാവുകയാണെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? നിങ്ങൾക്ക് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. അതായത് ഉദ്യോഗാർത്ഥികളായ നിങ്ങൾക്ക് ഇപ്പോൾ 33 വയസ്സ് അല്ലെങ്കിൽ 33 വയസ്സ് തികഞ്ഞിട്ടില്ല എന്നിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അപേക്ഷിക്കാമെന്നാണ് കരുതുന്നത്. എന്നാൽ ഇപ്പോൾ അപേക്ഷിക്കുമ്പോഴും നിങ്ങളുടെ പ്രായം 33 ആണെന്നിരിക്കെ ഈ ഡേറ്റ് പ്രകാരം, അതായത് 1/1/2026
നിങ്ങൾക്ക് ഈ പ്രായം കടന്നു പോയാൽ, അതായത് ഈ പറഞ്ഞിരിക്കുന്ന ഏജ് ബെഞ്ച് മാർക്ക് കടന്നു പോകുമെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ ഒക്കില്ല. അതിൽ താഴെയാണെങ്കിൽ മാത്രമേ അപേക്ഷിക്കാൻ പറ്റുകയുള്ളൂ. അതായത് ഇവിടുത്തെ മാനദണ്ഡമായിട്ട് എടുക്കുന്ന വർഷം അല്ലെങ്കിൽ ഏജ് എന്ന് പറയുന്നത് 1/1/2026 അതായത് ഇപ്പോഴത്തെ നിങ്ങളുടെ പ്രായമല്ല അപേക്ഷിക്കുന്നതിന്റെ മാനദണ്ഡം. ഇത് SC/STക്കും OBCക്കും ജനറലിനും ഒരേപോലെ ബാധകമാണ്. ഇനിയും ഓരോ ഗ്രൂപ്പിന്റെയും പ്രത്യേക പ്രായം നോക്കാം. അതിൽ ജനറൽ കാറ്റഗറിയുടെ പ്രായപരിധിയാണ് ഏജ് ഗ്രൂപ്പ് 18 വയസ്സും 33 വയസ്സുമാണ്. റിസർവേഷൻ ഇല്ലാത്ത വിഭാഗത്തിനും EWSന്റെയും പ്രായപരിധി 2/1/1993 ആണ്. അതായത് 2/1/1993 ശേഷം ജനിച്ചവർക്ക് മാത്രമേ ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ പറ്റുകയുള്ളൂ. ഇനി OBC NCL വിഭാഗങ്ങൾക്ക് 2/1/1990 2/1/1990 ശേഷം ജനിച്ചവർക്ക് മാത്രമേ അപേക്ഷിക്കാൻ പറ്റുകയുള്ളൂ. ഇനി SC/ST വിഭാഗങ്ങൾക്ക് 2/1/1988 ശേഷം ജനിച്ചവർക്ക് മാത്രമേ ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ പറ്റുകയുള്ളൂ എന്നാണ്. ഒന്നുകൂടി പറയാം, ജനറൽ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഒരാളാണ് നിങ്ങൾക്ക് അപേക്ഷിക്കണമെങ്കിൽ 2/1/1993 ശേഷം ജനിച്ചവരായിരിക്കണം. OBC ആണെങ്കിൽ നിങ്ങൾ 2/1/1990 ശേഷം ജനിച്ചവരായിരിക്കണം. SC/ST ആണെങ്കിൽ 2/1/1988 ശേഷം ജനിച്ചവരായിരിക്കണം. ഇനി പറയാൻ പോകുന്നത് വ്യത്യസ്ത ബ്രാഞ്ചുകളും അവയുടെ യോഗ്യതകളുമാണ്. ആദ്യമായിട്ട് ഈ ഒരു പോസ്റ്റുകളിലേക്കെല്ലാം അപേക്ഷിക്കുന്നതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ജൂനിയർ എഞ്ചിനീയർ എന്ന് പറയുന്ന ഒരു തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള യോഗ്യത എന്ന് പറയുന്നത് അടിസ്ഥാന യോഗ്യത 3 ഇയർ ഡിപ്ലോമയാണ്. 3 ഇയർ ഡിപ്ലോമയ്ക്ക് മുകളിലേക്ക് നിങ്ങൾക്ക് BTech അല്ലെങ്കിൽ BE ഉള്ളവർക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇതിൽ കൂടുതൽ യോഗ്യത ഉള്ളവർക്കും ഹയർ ക്വാളിഫിക്കേഷൻ വെച്ച് അപേക്ഷിക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ നമുക്ക് ഓരോ പോസ്റ്റുകളുടെയും യോഗ്യത നോക്കാം. ആദ്യമായിട്ട് മെക്കാനിക്കൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് ആണ്. ഇതിലേക്ക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ്, ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, മാനുഫാക്ചറിംഗ് എഞ്ചിനീയറിംഗ്, മെക്കട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ടൂൾസ് ആൻഡ് മെഷീനിംഗ് എഞ്ചിനീയറിംഗ്, ടൂൾസ് ആൻഡ് ഡൈ മേക്കിംഗ് എഞ്ചിനീയറിംഗ്, കോമ്പിനേഷൻ ഓഫ് എനി സബ് സ്ട്രീംസ് ഓഫ് ബേസിക് സ്ട്രീംസ് ഓഫ് എബോവ് ഡിസിപ്ലിൻ, ഇവർക്കെല്ലാം ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അടുത്തതായിട്ട് ഇലക്ട്രിക്കൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് ആണ്. ഇലക്ട്രിക്കൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗിൽ പ്രധാനമായിട്ടും അപേക്ഷിക്കാൻ പറ്റുന്ന സ്ട്രീമുകൾ എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, കോമ്പിനേഷൻ ഓഫ് എനി സബ് സ്ട്രീംസ് ഓഫ് ബേസിക് സ്ട്രീംസ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്. അടുത്തതായിട്ട് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലും കോമ്പിനേഷൻ ഓഫ് എനി സബ് സ്ട്രീംസ് ഓഫ് ബേസിക് സ്ട്രീം ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിനും ഇതിൽ അപേക്ഷിക്കാവുന്നതാണ്. അടുത്തതായിട്ട് ഇലക്ട്രോണിക്സ് ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് ആണ്. ഇലക്ട്രോണിക്സ് ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗിന് പ്രധാനമായിട്ടും ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ഇൻസ്ട്രുമെന്റേഷൻ ആൻഡ് കൺട്രോൾ എഞ്ചിനീയറിംഗ്, കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ്, ഇൻഫർമേഷൻ ടെക്നോളജി, കോമ്പിനേഷൻ ഓഫ് സബ് സ്ട്രീംസ് ഓഫ് ബേസിക് സ്ട്രീംസ് ഓഫ് എബോവ് ഡിസിപ്ലിൻ മുഴുവൻ നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇനിയും സിവിൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് ആണ്. ഇതിലേക്ക് പ്രധാനമായിട്ടും അപേക്ഷിക്കാൻ പറ്റുന്നത് സിവിൽ എഞ്ചിനീയറിംഗ്, കോമ്പിനേഷൻ ഓഫ് എനി സബ് സ്ട്രീംസ് ഓഫ് ബേസിക് സ്ട്രീം ഓഫ് സിവിൽ എഞ്ചിനീയറിംഗ്, BSc ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ഇൻ 3 ഇയർ ഡ്യൂറേഷൻ. അതായത് 3 വർഷത്തിൽ കുറയാത്ത ഏത് BSc സിവിൽ എഞ്ചിനീയറിംഗും നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇനിയും നിങ്ങൾക്ക് മറ്റൊരു പോസ്റ്റ് കൂടിയുണ്ട്. നേരത്തെ പറഞ്ഞ തന്നെയാണ് CMA അപേക്ഷിക്കുവാൻ വേണ്ട യോഗ്യത എന്ന് പറഞ്ഞാൽ BSc കെമിസ്ട്രി ആൻഡ് ഫിസിക്സ് ആണ്. ഈ ഒരു യോഗ്യതയുള്ളവർക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇനിയും അപേക്ഷയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് റെയിൽവേയിലേക്ക് ഓൺലൈനായിട്ട് മാത്രമേ അപേക്ഷിക്കാൻ പറ്റുകയുള്ളൂ. ഓൺലൈനിൽ അപേക്ഷിക്കുന്നതിന് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സൈറ്റിൽ കയറാം. അതായത് വിവിധ RRBകളുണ്ട്. അതിൽ ഏതെങ്കിലും RRBകളുടെ സൈറ്റിൽ കയറി നിങ്ങൾക്ക് അപേക്ഷിക്കേണ്ടുന്ന കൃത്യമായിട്ടുള്ള RRB സെലക്ട് ചെയ്യുക. ആ ഒരു RRBയിലേക്കായിരിക്കും നിങ്ങൾക്ക് അപേക്ഷ കൊടുക്കാൻ പറ്റുക. അതായത് അപേക്ഷിക്കുന്നതിന് വേണ്ടി ഏതെങ്കിലും RRBയുടെ സൈറ്റിൽ കയറിയാൽ മതി. അതിനുശേഷം നിങ്ങൾക്ക് RRB സെലക്ട് ചെയ്യുക. അതായത് നിങ്ങൾ 1 ടൈം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരിക്കും. റെയിൽവേയിൽ ഓൾറെഡി 1 ടൈം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരിക്കും. ആ രജിസ്ട്രേഷൻ പ്രകാരം നിങ്ങൾ കയറി ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത ശേഷം എന്ത് ചെയ്യുക? ലോഗിൻ ചെയ്ത ശേഷം നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ അപേക്ഷിക്കേണ്ടുന്ന RRB തിരഞ്ഞെടുക്കുക. തിരഞ്ഞെടുത്ത RRBയിൽ വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ? ബാക്കി ആപ്ലിക്കേഷൻ പ്രൊസീജിയറുമായിട്ട് മുമ്പോട്ട് പോകാൻ. ഈ ഒരു RRB ഒരിക്കൽ തിരഞ്ഞെടുത്താൽ, അതായത് ഈ ഒരു പോസ്റ്റിന് വേണ്ടി നിങ്ങളൊരു RRB തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് തിരുത്താൻ കഴിയില്ല എന്നതുകൂടി നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനു മുമ്പ് തന്നെ ഈ RRBയിലേക്ക് റിക്രൂട്ട്മെന്റ് നടത്തുന്ന ഏതൊക്കെ സോണിലാണ് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം. അതായത് നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന, അതായത് ഏതെങ്കിലും RRBയുടെ സൈറ്റിൽ കയറി നിങ്ങൾ അപേക്ഷിക്കാൻ വേണ്ടി 1 ടൈം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്തിട്ട് അപേക്ഷിക്കേണ്ടുന്ന RRB തിരഞ്ഞെടുക്കുക. ഈ RRB തിരഞ്ഞെടുക്കുമ്പോൾ ഈ RRB റിക്രൂട്ട് ചെയ്താൽ നിങ്ങൾ ഏതൊക്കെ സോണിലാണ് ജോലി ചെയ്യേണ്ടതെന്ന് ഉറപ്പുവരുത്തുക. അതിനുശേഷം നിങ്ങളുടെ ആപ്ലിക്കേഷൻ കൊടുക്കുക. അതിനു മുമ്പ് തന്നെ നിങ്ങൾ വേക്കൻസികൾ, ഓരോ RRBകളിലും റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന വേക്കൻസികൾ നോക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെ ഈ വേക്കൻസികൾ എങ്ങനെയാണ് ഫുൾഫില്ല് ചെയ്യുന്നത് എന്ന് കൂടി നോക്കുക. അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി നിങ്ങൾക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. നിങ്ങളുടെ കാറ്റഗറി, നിങ്ങൾ ചിലപ്പം EWS ആവാം, അല്ലെങ്കിൽ OBC ആവാം, SC/ST ആവാം, ജനറൽ ആവാം. അപ്പോൾ ഓരോ
കാറ്റഗറി വൈസും പ്രോബബിലിറ്റി ഏതാണെന്ന് കൂടി നോക്കി അതുകൂടി ചൂസ് ചെയ്താൽ കുറച്ചും കൂടി ബ്രില്യൻറ്റ് ഡിസിഷൻ ആയിരിക്കും നിങ്ങൾ എടുക്കുന്നത്. ഇങ്ങനെ വേണം നിങ്ങൾ ആപ്ലിക്കേഷൻ കൃത്യമായിട്ട് ഫുൾഫിൽ ചെയ്യാൻ. ഇത്തരത്തിൽ ഫുൾഫിൽ ചെയ്താൽ നിങ്ങളുടെ ജോലി കിട്ടാനുള്ള സാധ്യത കുറച്ചും കൂടി കൂടും എന്നുള്ളതാണ്. റെയിൽവേ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇന്റിമേഷൻ വരുന്ന രീതിയാണ്. കൃത്യമായി റാങ്ക് ലിസ്റ്റ് മറ്റു കാര്യങ്ങളൊന്നും അറിയാനുള്ള ഒരു മാർഗ്ഗം നിലവിലില്ല. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ കൃത്യമായിട്ട് ബ്രില്യൻ്റ് ആയിട്ട് തന്നെ ഇവിടെ മുതൽ നിങ്ങളുടെ ഡിസിഷൻ എടുത്തു പോവുക. ഇനി പറയാനുള്ളത് ഫീസിന്റെ കാര്യമാണ്. ഫീസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ റെയിൽവേക്ക് നിലവിൽ ജനറൽ കമ്മ്യൂണിറ്റിക്കും EWS-നും OBC-ക്കും 500 രൂപയാണ് ഫീസ്. എന്നാൽ ഈ 500 രൂപ ഫീസ് എന്ന് പറയുമ്പോഴും നിങ്ങൾ എക്സാമിന് അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ പ്രോസസിംഗ് ഫീ ആയിട്ടുള്ള ഏതാണ്ട് 100 റുപ്പീസ് എടുക്കുകയും ബാക്കി റിമൈനിങ് എമൗണ്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരികയും ചെയ്യും. അതിന്റെ അർത്ഥം 400 തിരിച്ചു വരുമെന്നല്ല, ഏതാണ്ട് 300 ചില്ലുവാനം രൂപ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് തിരിച്ചു വരികയും ചെയ്യും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ മറക്കണ്ട, നിങ്ങൾ എക്സാമിനേഷന് അപ്പിയർ ചെയ്തെങ്കിൽ മാത്രമേ ബാക്കി എമൗണ്ട് വരികയുള്ളൂ, അല്ലെങ്കിൽ മുഴുവൻ എമൗണ്ടും നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നതായിരിക്കും. അതായത് ആപ്ലിക്കേഷൻ ഫീ എന്ന് പറയുന്നത് 500 രൂപയാണ്. അടുത്തതായിട്ട് SC ST വുമൺ കാൻഡിഡേറ്റ്സ് ആണ്. പിന്നെ എക്കണോമിക്കലി വീക്കർ അല്ലെങ്കിൽ PWD എന്ന് പറയുന്ന കാറ്റഗറിയാണ്. ഇവർക്ക് 280 രൂപയാണ് ഫീസ് വരുന്നത്. ഈ ഫീസ് കംപ്ലീറ്റ്ലി റീഫണ്ടബിൾ ആണ്. പക്ഷേ നിങ്ങൾ എക്സാമിന് അറ്റൻഡ് ചെയ്തിരിക്കണം. നിങ്ങൾ എക്സാമിന് അറ്റൻഡ് ചെയ്യാത്ത പക്ഷം ഈ പൈസ നിങ്ങൾക്ക് റീഫണ്ട് കിട്ടുന്നതല്ല. ഇനി പറയാനുള്ളത് നിങ്ങളുടെ പഠനത്തെ സംബന്ധിച്ചിടത്തോളമുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് RRBയെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ പഠിക്കണം, വരുന്ന RRB എക്സാമിനേഷൻ എങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും, ജെയിൽ തന്നെ എങ്ങനെയാണ് എക്സാമുകൾ, അതായത് നിങ്ങൾക്കറിയാം 2 ടയർ ഉണ്ട്. 2 ടയർ എക്സാമിനേഷനെയും വളരെ ബ്രില്യൻ്റ് ആയിട്ട് നോക്കേണ്ടതുണ്ട്. ഈ അവസാനം കഴിഞ്ഞ പരീക്ഷകളുടെ ട്രെൻഡ്, അവയിൽ ക്ലിയർ ചെയ്ത ഉദ്യോഗാർത്ഥികൾക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞിരിക്കുന്ന മാർക്ക്, വ്യത്യസ്ത RRBകളിൽ ഓരോ എക്സാമിനേഷനും പുലർത്തിയിരിക്കുന്ന വേ ഓഫ് ക്വസ്റ്റ്യനിങ്, ഇവയൊക്കെ മനസ്സിലാക്കിയിട്ടേ നമുക്കൊരു പരീക്ഷ അപ്രോച്ച് ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് തന്നെ കൃത്യമായി പഠിച്ച് മുമ്പോട്ട് പോയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു സെൻട്രൽ ലെവൽ എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ. റെയിൽവേയിൽ എക്സാമിനേഷൻ ആയതുകൊണ്ട് തന്നെ ഓൾ ഓവർ ഇന്ത്യ ഉണ്ടാകുന്ന ഒരു ടൈപ്പ് കോമ്പറ്റീഷൻ കൂടി നമ്മൾ മുമ്പിൽ കാണേണ്ടി വരും. അങ്ങനെ നിങ്ങൾക്ക് എക്സാമിനേഷൻ കൃത്യമായി ക്രാക്ക് ചെയ്യത്തക്ക രീതിയിൽ സമയബന്ധിതമായി പഠിച്ചു തീർക്കുവാനും സിലബസ് മനസ്സിലാക്കുവാനും ചെയ്യുന്ന രീതിയിലാണ് നമ്മളൊരു വെബിനാർ, സൗജന്യ വെബിനാർ നിങ്ങൾക്കായിട്ട് കണ്ടക്ട് ചെയ്യുന്നത്. അത് ഈ വരുന്ന നവംബർ 3 വൈകിട്ട് 8 മണിക്കാണ്. നവംബർ 3 വൈകിട്ട് 8 മണിക്ക് ഈ വെബിനാറിൽ നിങ്ങൾ നേരിട്ട് തന്നെ പങ്കെടുക്കണം. കാരണം മറ്റൊന്നുമല്ല, കാരണം നിങ്ങൾ നേരിട്ട് പങ്കെടുക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാവുന്ന സംശയങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. അതായത് നിങ്ങൾക്ക് ഓരോ വ്യക്തികൾക്കും ഇൻഡിവിജ്വൽസിനും വ്യത്യസ്തങ്ങളുള്ള സംശയങ്ങളായിരിക്കും നിങ്ങളുടെ ഓരോ സമയത്ത് ഉണ്ടാവുന്നത്. അവ നേരിട്ട് ചോദിക്കാനും അത് ദൂരീകരിച്ച് പോകാനും കഴിയും. നിങ്ങൾ ലൈവായിട്ട് തന്നെ പങ്കെടുത്ത് നിങ്ങളുടെ ഓരോ വ്യക്തികളുടെയും സംശയങ്ങൾ ചോദിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കി ഇപ്പോൾ തന്നെ നിങ്ങളുടെ പഠനം തുടങ്ങേണ്ടതുണ്ട്. അതുകൊണ്ട് മറക്കണ്ട, ഈ ഒരു വെബിനാർ പങ്കെടുക്കുന്നതിനായിട്ട് താഴെ നൽകിയിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. ഇനിയുള്ളത് പഠനത്തിന്റെ സമയമാണ്. അതുകൊണ്ട് തന്നെ ഈ വെബിനാറിൽ പങ്കെടുക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങളുടെ പഠനവും കൃത്യമായിട്ട് കൊണ്ടുപോകണം. നമ്മുടെ ക്ലാസ്സുകൾ ഏണസ്റ്റ് അക്കാഡമിയിൽ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട്. കൃത്യമായിട്ട് സ്റ്റഡി പ്ലാൻ ബേസ്ഡ് ആയിട്ട് തന്നെയാണ് നമ്മുടെ കോഴ്സുകൾ പോകുന്നത്. അപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഒരു കോഴ്സിന് ജോയിൻ ചെയ്ത് നിങ്ങളുടെ പഠനം കൃത്യമായിട്ട് കൊണ്ടുപോകുക. എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു കേന്ദ്ര ഗവൺമെന്റ് ജോലി സ്വന്തമാക്കാൻ കഴിയത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്കും ഒരു ജോലി കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.